സ്നേഹിതരെ, സദൃശവാക്യ പുസ്തകത്തിൻ്റെ തുടർച്ചയായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ നാം. ഇന്ന് അല്പസമയം ഒരുമിച്ച് ധ്യാനിക്കുവാനായി സദൃശവാക്യ പുസ്തകം 14 അധ്യായം അതിൻ്റെ 21 വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു, എളിയവരോട് കൃപ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. വ്യത്യസ്ത തലങ്ങളിൽ മനസ്സിലാക്കപ്പെട്ടിട്ടുള്ള ആഴമേറിയ അർത്ഥതലങ്ങളുള്ള ഒരു സദൃശവാക്യമാണിത്. യേശുവിനോട് ഒരിക്കൽ ഒരു ചോദ്യമുയർന്നു: ആരാണ് എൻ്റെ കൂട്ടുകാരൻ? ആരാണ് എൻ്റെ അയൽക്കാരൻ? ആ ചോദ്യത്തിനുള്ള ശ്രദ്ധേയമായ ഉത്തരമായിരുന്നു നല്ല ശമരിയക്കാരൻ്റെ കഥ. കൂട്ടുകാരൻ എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന ഈ പദം അയൽക്കാരൻ, അന്യൻ, അപരൻ എന്നതുൾപ്പെടെ മറ്റേതൊരു വ്യക്തിയെയും പ്രതിപാദിപ്പിക്കുന്ന ഒരു വാക്കാണ്. അത്തരത്തിൽ ഒരു വ്യക്തിയെ നിന്ദിക്കുന്ന ഒരാൾ പാപം ചെയ്യുന്നു എന്നത്രേ സദൃശവാക്യക്കാരൻ പറയുന്നത്. നിന്ദിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം കൂടി ഈ സദൃശവാക്യ പഠനത്തിൻ്റെ യഥാർത്ഥ മനസ്സിലാക്കലിന് ഉതകുന്നതാണ്. നിന്ദിക്കുക എന്നത് ഒരു വ്യക്തിയുടെ ഒരു മനോഭാവമാണ്. ഏത് കാരണം കൊണ്ടാകട്ടെ, താൻ അപരനിൽ നിന്ന്, മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നു എന്ന ഒരു തോന്നൽ. അതുകൊണ്ട് തന്നെ അപരൻ്റെ അന്തസ്സിനെയും അന്തസത്തയെയും ഇകഴ്ത്തുകയോ കുറച്ചു കാണിക്കുകയോ ചെയ്യുന്നത് സാരമില്ല എന്ന ചിന്ത. മനുഷ്യർ മറ്റുള്ള മനുഷ്യരെ വ്യത്യസ്ത രീതികളിൽ നിന്ദിക്കുന്നത് ഇന്നും നമുക്ക് ചുറ്റും കാണുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ സദൃശവാക്യത്തിൻ്റെ പുനർവായന മറ്റുള്ളവരോടുള്ള, സഹജീവികളോടുള്ള, അയൽക്കാരോടുള്ള, കൂട്ടുകാരോടുള്ള നമ്മുടെ മനോഭാവത്തെ വിചിന്തനം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഘടകമാകണം. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്തിരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാപം ഇവിടെ ധാർമ്മികവും നൈതികവുമായ ഒരു പരാജയം മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രതീക്ഷകളിൽ നിന്ന്, മനുഷ്യനായി ദൈവം ഉയർത്തിയ അളവുകോലിൽ നിന്ന് പിന്നോട്ട് പോകൽ കൂടിയാണ്. ദൈവപ്രതീക്ഷ വളരെ വ്യക്തമാണ്. നിൻ്റെ കൂട്ടുകാരനെ, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. വളരെ വ്യക്തമായി ദൈവജനത്തോട് ദൈവം പറഞ്ഞുകൊടുത്ത ദൈവസ്വപ്നമാണത്, ദൈവപ്രതീക്ഷയാണത്. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി സദൃശവാക്യക്കാരൻ ജ്ഞാനി തലമുറകളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി ആരെങ്കിലും സഹമനുഷ്യനെ നിന്ദിക്കുകയാണെങ്കിൽ, ഇകഴ്ത്തുകയാണെങ്കിൽ അവർ പാപം ചെയ്യുന്നു എന്ന്, ദൈവപ്രതീക്ഷകളിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഏതൊരു സദൃശവാക്യത്തിൻ്റെയും പോലെ ഈ സദൃശവാക്യത്തിൻ്റെ മറുവശം എളിയവരെക്കുറിച്ച് പറയുന്ന അനുഭവമാണ്. പാവപ്പെട്ടവർ, ദരിദ്രരായവർ, ആരുമില്ലാത്തവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ദൂരത്തായിപ്പോയവർ, പരദേശികളായിപ്പോയവർ, അനാഥരും വിധവമാരുമായി പോയവർ, അങ്ങനെ നമ്മുടെ ചുറ്റും ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നവർ, പ്രയാസങ്ങൾ നേരിടുന്നവർ, അങ്ങനെയുള്ളവരെ ആദരിക്കുന്നവരോ അവരോട് കൃപ കാണിക്കുന്നവരോ, കൃപ കാട്ടുക എന്നാൽ നമുക്കറിയാം അവരെ കണ്ടിട്ട് കാണാത്ത പോലെ കടന്നു പോകുന്നവരല്ല. നല്ല ശമരിയക്കാരൻ ചെയ്തതുപോലെ അവരെ വീണുകിടക്കുന്ന അവസ്ഥയിൽ കണ്ട്, നിന്ന്, അരികിലെത്തി, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി, അവരുടെ അർദ്ധപ്രാണ അവസ്ഥയെ തിരിച്ചറിഞ്ഞ്, അവരുടെ മുറിവുകൾ കെട്ടി, സ്വന്തം വാഹനത്തിൽ അവരെ ആതുരാലയത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്ന അനുഭവത്തെയാണ് നാം കൃപ കാട്ടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സഹായഹസ്തം നീട്ടുക, മനസ്സലിവുള്ളവരായിരിക്കുക, ആർദ്രത കാട്ടുക തുടങ്ങിയവയൊക്കെ ഈ അനുഭവത്തിൻ്റെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള മനുഷ്യരാണ് യഥാർത്ഥത്തിൽ സന്തോഷം അനുഭവിക്കുന്നത്. ഞാനീ പറയുവാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു, എളിയവരോട് കൃപ കാണിക്കുന്നവൻ
ഭാഗ്യവാൻ. കൃപ ഒരു ധാർമ്മിക ഉത്തരവാദിത്വമാണ്. ഓരോ ദൈവസൃഷ്ടിയുടെയും ഉത്തരവാദിത്വം. തന്നിൽ നിന്നും വ്യത്യസ്തനായി പ്രയാസമനുഭവിക്കുന്നവർ, സങ്കടമനുഭവിക്കുന്നവർ, പ്രാണന് വേണ്ടി പിടയുന്നവർ, അവർ വഴിയോരത്ത് പിടഞ്ഞു കിടക്കുമ്പോൾ അവരെ കാണാത്തവരെ പോലെ കടന്നു പോകുന്ന അവസ്ഥയല്ല, അവരെ സഹായിക്കുവാനായി അരികിൽ ചെല്ലുന്ന അവസ്ഥ. ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എത്ര അനുഗ്രഹം എന്ന് പറയുന്ന ഈ സദൃശവാക്യം ആഴമായി പഠിക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ നിന്ന അസ്വീകാര്യമായ ഏതൊരു പെരുമാറ്റത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഒരാൾ മറ്റൊരാളോട് ഇടപെടുമ്പോൾ അവിടെ ധാർമ്മികവും നൈതികവുമായ ഒരുപാട് ശരികളുണ്ട്, ശരികേടുകളുണ്ട്. ഒരു വ്യക്തിയോട് എങ്ങനെ ഇടപെടണം, എങ്ങനെ ഇടപെടരുത് എന്ന് സദൃശവാക്യം ശ്രദ്ധിച്ചു പഠിച്ചാൽ ജ്ഞാനി തലമുറകൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ദൈവസ്നേഹം, സഹോദര സ്നേഹം, അവ ഒരുമിച്ച് മാത്രം വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ഒരു സാമൂഹിക നൈതികതയുടെ അനുഭവമാണത്. ലേവ്യപുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുതൽ നിരവധി പ്രാവശ്യം ദൈവപ്രതീക്ഷ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിൻ്റെ കൂട്ടുകാരനെ, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരെക്കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോഴും എളിയവരോടുള്ള മനോഭാവത്തെക്കുറിച്ച് പറയുമ്പോഴും സദൃശവാക്യക്കാരൻ നിരന്തരം അതിലേക്ക് സൂചികകൾ നൽകുന്നുണ്ട്. സദൃശവാക്യം 19-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം പിന്നീട് നാം പഠിക്കുമ്പോൾ എളിയവരോട് കൃപ കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നുവെന്നാണ് ഞാനീ പറയുന്നത്. എന്തു കൃപ ഏതെളിയവനോട് ചെയ്താലും യഹോവ അതും അതിൻ്റെ 10 മടങ്ങും ചെയ്തയാൾക്ക് മടക്കി നൽകും എന്നുള്ളതാണ് ജ്ഞാനിയുടെ പക്ഷം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ഓർമ്മിപ്പിക്കുന്ന ഒരനുഭവമുണ്ട്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തത് എനിക്ക് ചെയ്തതാകുന്നു എന്ന് മറക്കാതിരിപ്പിൻ. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അടുത്തു നിൽക്കുന്ന സഹോദരൻ, കണ്ണിന് കാണുന്ന സഹോദരൻ, അവനെ സ്നേഹിക്കുവാൻ കഴിയാത്തവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ കള്ളനാകുന്നു എന്നാണ്. അതാണ് കവി പിന്നീട് പറഞ്ഞത്: അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനീ പറയുന്നത് അതുതന്നെയാണ്. കൂട്ടുകാരനെ, അയൽക്കാരനെ നിന്ദിക്കരുത്. എങ്ങനെയാണ് നാം ഒരു കൂട്ടുകാരനെ, ഒരയൽക്കാരനെ നിന്ദിക്കുന്നത്? പ്രധാനമായും ഈ നിന്ന അവഗണനയിലൂടെയാണ് വ്യക്തമാകുന്നത്. ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള വികാരങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. മനുഷ്യബന്ധങ്ങളിൽ ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും അവരുടെ മാത്രം വികാരങ്ങളും അവരുടെ മാത്രം സ്വപ്നങ്ങളും അനുസരിച്ച് ജീവിക്കാറുണ്ട്. അപരൻ്റെ വികാരങ്ങളെ മാനിക്കാതെ അവഗണിക്കുമ്പോഴാണ് അപരൻ അവഗണിക്കപ്പെട്ടവനായി മാത്രമല്ല നിന്ദിക്കപ്പെട്ടതായും തോന്നുന്നത്. ഇത് കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ സംഭവിക്കാം, മക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിക്കാം, അയൽക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ സംഭവിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ രാജകുമാരന് പിതാവായ രാജാവ് നൽകുന്നതായിട്ടുള്ള ഉപദേശം എന്ന രീതിയിൽ നാം മനസ്സിലാക്കിയാലും ആരെയും ഒരിക്കലും നിന്ദിക്കരുത് എന്നുള്ളത്. ഒരു വ്യക്തി ആര് തന്നെയായാലും ആ വ്യക്തിയെ മാനിക്കാനും ബഹുമാനിക്കാനും എല്ലാവരും തയ്യാറായിരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഞാനീ നൽകുന്നത്. മറ്റൊരു രീതിയിൽ ഒരു വ്യക്തിയെ നാം നിന്ദിക്കുന്നത് പരസ്യമായി അവരെ വിമർശിക്കുക വഴിയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കൽ ചെയ്യുക വഴിയാണ്, ഇകഴ്ത്തി പറയുന്ന അനുഭവമാണ്. ഒരു വ്യക്തിയുടെ കുറവുകളെ തിരുത്തുവാനാണെങ്കിൽ വ്യക്തിപരമായി നമുക്ക് ആ വ്യക്തിയോട് സംസാരിക്കാനാകും, കുറവുകളെ തിരുത്തണമെന്ന് ആവശ്യപ്പെടാനാകും. എന്നാൽ അതിനു പകരം ജനമധ്യേ, സമൂഹമധ്യേ ആ വ്യക്തിയെ ഇകഴ്ത്തി സംസാരിക്കുന്നത് നാം കേട്ടിട്ടില്ലയോ? നിന്ദിക്കുന്നത്, മാനിക്കാതിരിക്കുന്നത് നാം കേട്ടിട്ടില്ലയോ? ചിലപ്പോൾ
ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അപവാദ പ്രചരണമാകാം നിന്ദയുടെ മറ്റൊരു ഭാഗം. സത്യമാകട്ടെ അസത്യമാകട്ടെ, വേറൊരാളെക്കുറിച്ച് നന്മയല്ലാതൊന്നും പറയാതിരിപ്പാൻ കഴിയണമെന്നത് സദൃശവാക്യക്കാരൻ്റെ, ജ്ഞാനിയുടെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലാണ്. അപവാദം ഒരു വ്യക്തിയുടെ സ്വഭാവ ഹത്യയ്ക്ക് തുല്യമാണ്. ഇന്ന് നമ്മുടെ ചുറ്റും ഒരുപാട് അപവാദ പ്രചരണങ്ങൾ നടക്കുമ്പോൾ അത് ജ്ഞാനി വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നൽകുന്നൊരു മുൻസൂചനയാണ്. ബുദ്ധിയുള്ളവർ ദൈവത്തെക്കുറിച്ചും ശ്രദ്ധേയമായ ആശയങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. അവരുടെ സംഭാഷണങ്ങൾ ആശയസമ്പുഷ്ടമാണ്. എന്നാൽ വിഡ്ഢികളോ മനുഷ്യരെക്കുറിച്ച് സംസാരിക്കുന്നു, മറ്റുള്ള മനുഷ്യരെക്കുറിച്ച് സംസാരിക്കുന്നു. ബഹുവിഡ്ഢികളോ മറ്റുള്ള മനുഷ്യരുടെ കുറവുകളെ പറഞ്ഞു വരുത്തുന്നുവെന്ന് ഓർമ്മപ്പെടുത്തപ്പെടുന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. പ്രതിസന്ധികളിൽ സഹായിക്കാതിരിക്കുക വഴി പലപ്പോഴും നമുക്ക് വേറൊരാളെ അപമാനിക്കുവാൻ കഴിയും. പക്ഷേ മനുഷ്യൻ്റെ അസ്തിത്വത്തെ തന്നെ അപമാനിക്കുന്ന എത്രയോ ചൂഷണങ്ങളുടെ കഥ ലോകത്തിൽ നമുക്ക് ചുറ്റും ഇന്ന് നാം കാണുമ്പോഴാണ് ജ്ഞാനിയുടെ ഈ ഓർമ്മപ്പെടുത്തലിൻ്റെ പൊരുൾ നാം ഗ്രഹിക്കേണ്ടത്. അടിമക്കച്ചവടത്തിന് നൂറ്റാണ്ടുകൾക്കിപ്പുറം സഭയും അടിമക്കച്ചവടത്തിന് നേതൃത്വം നൽകിയവരും തിരിഞ്ഞു നോക്കി ആ അടിമകളായി പിടിച്ചുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കപ്പെട്ടവർ, അപമാനിക്കപ്പെട്ടവർ, കൊല്ലപ്പെട്ടവർ, അവരുടെ തലമുറകൾക്ക് എങ്ങനെ നീതി ചെയ്യാം എന്ന ചോദ്യത്തിൻ്റെ മധ്യയാണ് ഇവിടെ ജ്ഞാനിയുടെ ഓർമ്മപ്പെടുത്തൽ. ആരെയും, ഒരു മനുഷ്യനെയും അപമാനിക്കരുത്, നിന്ദിക്കരുത് എന്ന ഓർമ്മപ്പെടുത്തൽ ശ്രദ്ധേയമാകുന്നത്. നൂതനമായ അടിമത്തത്വങ്ങൾ പല രീതിയിലും പുതിയ തലമുറകളുടെ മധ്യേ ഇറങ്ങി വരുമ്പോൾ അത് മനുഷ്യൻ്റെ അവയവക്കടത്തിലേക്കും മനുഷ്യക്കടത്തിലേക്കും പോലും ചെന്ന് നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അരുത് ജ്ഞാനിയുടെ ഓർമ്മപ്പെടുത്തൽ. അവരൻ്റെ ശരീരത്തെ, അവരൻ്റെ വ്യക്തിത്വത്തെ, അവരൻ്റെ അസ്തിത്വത്തെ ഒരിക്കലും അപമാനിക്കരുത് എന്ന ഓർമ്മപ്പെടുത്തൽ. ഈ അപമാനിക്കൽ അവിശ്വസ്തതയുടെ രൂപമെടുക്കാറുണ്ട്. അത് കൂട്ടുകാർ തമ്മിലാകാം, അത് ദമ്പതികൾ തമ്മിലാകാം, അത് സാധാരണ രണ്ട് മനുഷ്യർ തമ്മിലാകാം, തൊഴിലിടങ്ങളിലാകാം. അവിശ്വസ്തത കാട്ടുക വഴി അപമാനിക്കുന്ന അനുഭവങ്ങൾ. ആ അവിശ്വസ്തത ചിലപ്പോഴെങ്കിലും അസൂയയുടെയും പകയുടെയും രൂപമെടുക്കാറുണ്ട്. ചിലപ്പോൾ നാം ഒരു വ്യക്തിയെ അപമാനിക്കുന്നത്, നിന്ദിക്കുന്നത് അവരെ ഒഴിവാക്കുക വഴിയാണ്. നമ്മുടെ സംഭാഷണങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക വഴിയാണ് എന്ന് നാം അറിയണം. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുവാൻ വിസമ്മതിക്കുക വഴി, ചിലപ്പോഴെങ്കിലും ഉള്ളിൽ നുരയുന്ന ദേഷ്യത്തെ, വിദ്വേഷത്തെ മാറ്റി നിർത്താൻ ആകാതെ ആ വിദ്വേഷത്തിൻ്റെ പ്രതിഫലനങ്ങൾ ക്രൂരമായ വാക്കുകളായി നമ്മിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോൾ നിരവധി വട്ടം ഞാൻ ഓർമ്മപ്പെടുത്തി, വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കുക. നല്ല ഒരു വെടിവെക്കുവാൻ അറിയാവുന്നയാൾ വെടിവെച്ചാൽ പോലും ആ വെടിയിൽ നിന്ന് ഒരുപക്ഷെ രക്ഷപ്പെട്ടു വരുവാൻ മനുഷ്യന് കഴിഞ്ഞേക്കാം. എന്നാൽ അതിനേക്കാൾ മൂർച്ചയേറിയ മുറിവുകൾ ഉണ്ടാക്കുവാൻ വാക്കുകൾക്കാകും. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് രണ്ടാമതൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമാവുക, ഉപ്പിനെപ്പോലെ രുചി വരുത്തിയതിന് ശേഷമാക്കുക എന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തപ്പെടുമ്പോഴും പലപ്പോഴും വാക്കുകൾ കൊണ്ട് അപമാനിക്കുക, വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുക നമ്മുടെ ചുറ്റും യാഥാർത്ഥ്യമായി നിൽക്കവെയാണ് ഈ സദൃശവാക്യം പ്രസക്തമാകുന്നത്. കോപം സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ കോപത്തിൻ്റെ പ്രതിഫലനം, കോപത്തിൻ്റെ പ്രകടനം പലപ്പോഴും അപരനിലെ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ, നിന്ദിക്കുന്ന രീതിയിൽ ചെന്നെത്താറുണ്ട്. അവിടെയാണ് സദൃശവാക്യക്കാരൻ എന്തുകൊണ്ടാണ് കൂട്ടുകാരനെ അപമാനിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്ന് പറയുന്നത്, കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്ന് പറയുന്നത്. ചിന്തിക്കാതെ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ, നന്മ കാട്ടുവാനുള്ള വിമുഖത, എന്തുകൊണ്ടാണ് ഇവിടെ വളരെ അപൂർവമായി മാത്രം സദൃശവാക്യത്തിൽ ഉപയോഗിക്കുന്ന പാപം എന്ന പദം തന്നെ ജ്ഞാനി ഓർമ്മപ്പെടുത്തുന്നത്? അപരനോടുള്ള ഇടപെടലിൽ അരുതാത്തത് നീ ചെയ്താൽ അത് പാപമാണ്. പാപത്തെക്കുറിച്ച് ശ്രദ്ധേയമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഹമാർട്ടിയ എന്ന ഗ്രീക്ക് പദമാണ് പുതിയ നിയമത്തിൽ പല ആവർത്തി ഉപയോഗിച്ചിട്ടുള്ളത്. അതിനർത്ഥം ദൈവ പ്രതീക്ഷകൾക്കുള്ളിൽ നിൽക്കുക എന്നുള്ളതാണ്.
ദൈവത്തിൻ്റെ പ്രതീക്ഷാ സ്നേഹമാണെങ്കിൽ ദൈവപ്രതീക്ഷകളിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവമാണ് പാപം. പക്ഷേ കാലാകാലങ്ങളിൽ ഈ വാക്കിന് ആഴമേറിയ അർത്ഥങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നാം അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന നമ്മുടെ ഒരു വലിയ കുറവാണ് പാപമായി പ്രതിഫലിക്കുന്നത് എന്ന ചിന്ത. വില്യം ഷേക്സ്പിയർ എന്ന ശ്രദ്ധേയനായ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ട്രാജഡീസ് എഴുതുമ്പോൾ ഈ ട്രാജഡീസിലെ ഓരോ ഹീറോയ്ക്കും ഓരോ കേന്ദ്ര കഥാപാത്രത്തിനും ഈ ഒരു ഹമാർട്ടിയ, ഒരു ട്രാജിക് ഫ്ലോ ഉണ്ടായിരുന്നു. അതായിരുന്നു അയാളുടെ ഉള്ളിൽ പാപഹേതുവായി അയാളുടെ തിന്മകൾക്കൊക്കെ കാരണമായി മാറിയത് എന്ന് നമുക്കറിയാം. ഒഥല്ലോയെ സംബന്ധിച്ച് അത് സംശയമായിരുന്നു. ഡെസ്ഡെമോണയെക്കുറിച്ചുള്ള സംശയവും പകയും ഒരുമിച്ച് കൂടി വന്നപ്പോൾ ഡെസ്ഡെമോണയെക്കുറിച്ചുള്ള ആ സംശയങ്ങളിൽ നിന്ന് ഒഥല്ലോ ചെന്ന് എത്തിയതായിട്ടുള്ള അവിചാരിതമായ പ്രതിസന്ധികളെക്കുറിച്ച് നമുക്കറിയാം. ഹാംലെറ്റ് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ വൈമുഖ്യമായിരുന്നു പ്രശ്നം. പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്ന ടു ബി ഓർ നോട്ട് ടു ബി എന്ന് ഷേക്സ്പിയർ പറയുന്ന ആ അനുഭവം ആ ജീവിതത്തിൻ്റെ പരാജയങ്ങൾക്കൊക്കെ കാരണമായി തീർന്നു. മാക്ബത്തിന് എത്ര കിട്ടിയാലും മതി വരാത്തതായിട്ടുള്ള അത്യാർത്തിയായിരുന്നു. എല്ലാം പിടിച്ചെടുക്കണം എന്നുള്ള ആ ആർത്തിയിൽ തനിക്ക് നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് പോലും തിരിച്ചറിയുവാൻ കഴിയാതെ അപരനെ വേദനിപ്പിക്കുമ്പോൾ, അപരനെ ദുഃഖിപ്പിക്കുമ്പോൾ, അപരനെ ഇല്ലായ്മ ചെയ്യുമ്പോൾ കണ്ടെത്തിയതായിട്ടുള്ള ആ സുഖം. പക്ഷേ അതിനൊടുവിൽ ഈ കഥകളൊക്കെ ട്രാജഡീസായി മാറുമ്പോൾ, ദുഃഖസാന്ദ്രമായി മാറുമ്പോൾ, ഈ പാപത്തിൻ്റെ കണികകളെ, പാപത്തിൻ്റെ കാരണങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാത്തതാണ് അതിൻ്റെ നിദാനം എന്ന് നമുക്കറിയാൻ കഴിയും. എത്രയോ കാലം മുമ്പ് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്, അപരനെ, കൂട്ടുകാരനെ, അയൽക്കാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്ന്. അത് ഒരുപക്ഷെ തെറ്റായ തീരുമാനങ്ങളോ തെറ്റായ വാക്കുകളോ അല്ല, അതിനപ്പുറത്ത് നൈതികവും ധാർമ്മികവുമായ പരാജയമാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവം. അതിനോട് ചേർത്ത് തന്നെ അപരനെ, അയൽക്കാരനെ നിന്ദിക്കുകയല്ല എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെയാണ് സാധാരണ സദൃശവാക്യങ്ങളുടെ ഈ താരതമ്യത്തിന് വ്യത്യസ്തമായി ഇവിടെ കൂട്ടുകാരൻ എന്ന പദത്തിന് മറുവശത്ത് എളിയവൻ എന്ന പദം. ആ എളിയവൻ എന്ന പദത്തിന് പഴയ നിയമത്തിൽ വ്യക്തമായ അർത്ഥതലങ്ങളുണ്ട്. അപരൻ്റെ സഹായം ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥകളിൽ ചെന്നെത്തി നിൽക്കുന്നവർ, അവരുടെ കരുതൽ ദൈവജനത്തിൻ്റെ ഭാഗമായി അവർ വ്യക്തമായി മനസ്സിലാക്കി. അനാഥൻ, അപ്പൻ്റെയും അമ്മയുടെയും സംരക്ഷണം ഇല്ലാത്തതുകൊണ്ട് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ആരും സഹായമായി ഇല്ലാതെയാകുന്ന അവസ്ഥ. വിധവമാർ, ഭർത്താവിൻ്റെയോ കുടുംബത്തിൻ്റെയോ സഹായം ലഭിക്കാതെ ദൂരത്തായി പോകുന്നവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്നവർ. ദരിദ്രർ, സമ്പത്തിൻ്റെ സഹായം ലഭിക്കാതിരിക്കുന്നവർ. പരദേശികൾ, അവരുടെ ദേശത്തിൻ്റെ സഹായം ലഭിക്കാതിരിക്കുന്നവർ. രോഗികൾ, ആരോഗ്യത്തിൻ്റെ ആ സഹായമില്ലാതിരിക്കുന്നവർ. അങ്ങനെയുള്ളവരുടെയൊക്കെ കരുതൽ ദൈവജനത്തിൻ്റെ ഭാഗമായി തീർന്നു. അതുകൊണ്ടാണ് എളിയവരോട് കരുണ കാണിക്കുന്നവർ അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ഓർമ്മപ്പെടുത്തി ജ്ഞാനി എളിയവരോട് കരുണ കാണിക്കുവാൻ പ്രേരണ നൽകുകയാണ്. എളിയവരോട് കരുണ കാണിക്കുവാൻ ഒരുപക്ഷെ ആഹ്വാനം നൽകുകയാണ് ഇവിടെ. അത് ശാരീരികമായി സഹായിക്കുക മാത്രമല്ല, വൈകാരികമായ അവരുടെ ജീവിത അനുഭവങ്ങളോട് കൂടെ ഇരിക്കുക മാത്രമല്ല, സാമ്പത്തികമായ സഹായങ്ങൾ നൽകുക മാത്രമല്ല, എളിയവരോട് കരുണ കാണിക്കുക എന്നത് നാം പറഞ്ഞാരംഭിച്ചപ്പോൾ ഉപയോഗിച്ച ശമരിയക്കാരൻ്റെ ഉപമയെ പോലെ അപരൻ്റെ അവസ്ഥയെ കാണുമ്പോൾ സാധാരണ നാം നമ്മുടെ സമയത്തെ നോക്കാറുണ്ട്. ഇനി ഇയാളെ സഹായിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ സമയം നൽകേണ്ടി വരും, എൻ്റെ വിഭവങ്ങൾ നൽകേണ്ടി വരും, എൻ്റെ യാത്രാ പദ്ധതികൾക്ക് മാറ്റം വരും. അപരനു വേണ്ടി സമയവും വിഭവങ്ങളും നമ്മുടെ പദ്ധതികൾക്ക് മാറ്റം വരുത്തുവാനുള്ള മനസ്സുമാണ് എളിയവരോട് കരുണ കാണിക്കുന്നതിൻ്റെ നിദാനം. അപരനെ മര്യാദയോടുകൂടി കാണുവാൻ കഴിയുന്ന അവസ്ഥ, അയാളുടെ അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും അംഗീകരിക്കുന്ന അനുഭവം. ക്രയവിക്രയങ്ങളിൽ നീതിബോധം നൽകുന്നത് ഈ അനുഭവമാണ്. എളിയവനോട് കരുണ കാണിക്കണം എന്നത് ഫെയർ ട്രേഡ് പോളിസീസിൻ്റെ അടിസ്ഥാന വാക്യമാകുന്നത് എങ്ങനെയാണ്? അവർ പറയുന്നത് ലളിതമാണ്. കൃഷി ചെയ്യുന്നത് കർഷകനാണ്,
ആ കർഷകൻ കൃഷി ചെയ്യുന്ന വസ്തു വിൽക്കപ്പെടുവാനായി വിപണിയിലെത്തുമ്പോൾ അതിന് ഒരു മൂല്യമുണ്ടാകുന്നു. പക്ഷേ ഈ മൂല്യത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും കർഷകന് ലഭിക്കുന്നില്ല. ഇടനിലക്കാരൻ അത് കൊണ്ടുപോകുന്നു. അത് ചൂഷണമാണ്. അത് കർഷകൻ്റെ മര്യാദയെ അപമാനിക്കലാണ്. അതുകൊണ്ട് ഈ ഇടനിലക്കാരനെ മാറ്റി ഈ വസ്തുവിൻ്റെ മൂല്യത്തിൻ്റെ ഏറിയ പങ്കും ഈ കർഷകന് തന്നെ ലഭിക്കത്തക്ക രീതിയിൽ ലോകത്തിലെ ക്രയവിക്രയ സംവിധാനങ്ങളെ മാറ്റി എഴുതേണ്ടത് വേദപുസ്തകത്തിൻ്റെ നൈതിക പ്രകാരം ആവശ്യമാണെന്നത് എളിയവനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി മനസ്സിലാക്കിയവർ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഈ സദൃശവാക്യത്തിൻ്റെ ഇനിയും ആഴമേറിയ പൊരുളുകൾ നമുക്ക് മനസ്സിലാകേണ്ടത്. സർവർക്കും നീതി ലഭിക്കണം എന്ന ബോധ്യത്തോടുകൂടി ആ നീതിയിലേക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കത് കാരണമായി തീരുന്നത്. ദയ, എളിയവനോട് കരുണ കാണിക്കുന്ന ഈ അവസ്ഥ, ദൈവത്തിന് വായ്പ കൊടുക്കുന്ന ഈ അവസ്ഥ, ആ അവസ്ഥയെക്കുറിച്ച് ഭാഗ്യതരമായ അവസ്ഥ എന്നാണ് സദൃശവാക്യക്കാരൻ പറയുന്നത്. ഭാഗ്യം എന്ന പദവും പല ആവർത്തി മലയാള വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു പദമല്ല. ഹാപ്പിനെസ്, ഭാഗ്യവചനങ്ങൾ എഴുതുന്ന ഭാഗത്ത് പുതിയ നിയമത്തിൽ ഉണ്ടെങ്കിലും ഈ അനുഗ്രഹവും ഭാഗ്യവും ചേർത്ത് ഉപയോഗിച്ചിട്ടിരിക്കുന്ന ഈ അനുഭവം എന്താണ് ഈ അനുഗ്രഹം? മറ്റുള്ളവരെ സ്നേഹിക്കുന്ന മനോഭാവമുള്ളയാൾ, ഒരാളെ അപരനെ ഒരിക്കലും നിന്ദിക്കാത്ത, ഒരിക്കലും അപമാനിക്കാത്ത ഒരാളുടെ ഭാഗ്യകരമായ അവസ്ഥ, അനുഗ്രഹകരമായ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചതും അതുതന്നെയാണ്. അത്തരത്തിലുള്ള അവസ്ഥ ഏറ്റവും പ്രധാനമായി ബന്ധങ്ങളുടെ ശക്തിപ്പെടലാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം തന്നെ നെടുത്ത് നാം ആരംഭിക്കുകയാണെങ്കിൽ ഇരുവരും ഒരിക്കലും അന്യോന്യം നിന്ദിക്കുകയില്ല എന്ന് തീരുമാനമെടുത്തവർ, കുറവുകളുണ്ടെങ്കിലും അന്യോന്യം ആ കുറവുകൾ പറഞ്ഞ് വേദനിപ്പിക്കുകയില്ല എന്ന് തീരുമാനമെടുത്തവർ, വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കില്ല എന്ന് തീരുമാനമെടുത്ത ദമ്പതികളെ ഒരുപാട് നമുക്കറിയാം. 50-ാം വാർഷികവും 75-ാം വാർഷികവും സന്തോഷത്തോടെ അവർ ആഘോഷിക്കുമ്പോൾ അവരുടെ സന്തോഷം, ഭാഗ്യം, അനുഗ്രഹം അവർ പറയുന്നതിന് കാരണം അന്യോന്യം ബഹുമാനിക്കുവാൻ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചു, അന്യോന്യം നിന്ദിക്കാതിരിക്കുവാൻ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ബന്ധങ്ങളുടെ ഈ ശക്തി മാത്രമല്ല, ഇത്തരത്തിൽ അന്യനെ അപരനെ നിന്ദിക്കുകയില്ല എന്ന് ഉള്ളുകൊണ്ട് തീരുമാനമെടുത്തവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആന്തരിക സന്തോഷം. ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ കഴിഞ്ഞ സായാഹ്ന പ്രാർത്ഥനയ്ക്കായി നാം ദൈവസന്നിധിയിൽ ഒറ്റയ്ക്ക് കടന്നു വരുമ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് നാം അറിയാതെ ചോദിക്കാറുണ്ട്. എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ, ഞാൻ ചെയ്ത കാര്യങ്ങൾ അത് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ അപരനെ അപമാനിക്കാത്ത സ്വഭാവമുള്ളൊരു വ്യക്തിക്ക് കഴിവതും സായാഹ്നത്തിൽ പറയുവാനായിട്ട് കഴിയും, ദൈവമേ സ്തോത്രം, സന്തോഷത്തോടുകൂടി ഈ രാത്രി നിൻ്റെ തിരുസന്നിധിയിൽ വന്ന് ഞാൻ കാരണം ആർക്കും കണ്ണുനീരുണ്ടായില്ല എന്ന് പറയുവാൻ കഴിയുന്ന അനുഭവം, എളിയവനെ ആദരിക്കുന്ന അനുഭവത്തിൻ്റെ ഭാഗ്യതരമായ അനുഗ്രഹാവസ്ഥയെക്കുറിച്ചാണ് അവിടെ നാം കാണുന്നത്. വർദ്ധിതമായ ഈ സന്തോഷം അനേകം ആധുനിക വിവർത്തനങ്ങളിൽ പുതിയ കുഞ്ഞുങ്ങൾക്കായി ഈ വാക്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം എന്ന് ശ്രമിക്കുമ്പോൾ ബ്ലെസ്സഡ് എന്ന് ഉപയോഗിച്ചിരുന്ന പദത്തിന് ഹാപ്പി ഈസ് ദ വൺ, ഹാപ്പി ഈസ് ദ പൂർ ഇൻ സ്പിരിറ്റ് എന്നാണ് നാം വായിക്കുന്നത്. തിരികെ ലഭിക്കുന്ന ആർദ്രതയാണത്. അതാണ് ദൈവത്തിന് വായ്പ കൊടുക്കുന്ന അനുഭവം. നിങ്ങളൊരു നന്മ ചെയ്താൽ ആ നന്മ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്ന് പറയുന്ന അവസ്ഥ. നിങ്ങളൊരു നന്മ ചെയ്താൽ, നിങ്ങളൊരു പുഞ്ചിരി തൂകിയാൽ 1000 പുഞ്ചിരികളായി അത് തിരികെ വരും എന്ന് പറയുന്ന അവസ്ഥ പലപ്പോഴും നമ്മുടെ അവസ്ഥയുടെ പ്രതീകമാണത്. 1000 കണ്ണാടികളുള്ള ഒരു മുറിയെക്കുറിച്ച് നമുക്കറിയാം. ആ മുറിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ആൾ തൻ്റെ പുഞ്ചിരിയാണ് ആ കണ്ണാടിയിലേക്ക് കാണിക്കുന്നതെങ്കിൽ 1000 പുഞ്ചിരികൾ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നതായി തനിക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദേഷ്യഭാവത്തിൽ ഉള്ളിൽ പ്രവേശിച്ച് ആക്രോശിക്കുന്നൊരു വ്യക്തിയോ 1000 പേർ തനിക്ക് ചുറ്റും നിന്ന് ദേഷ്യപ്പെടുന്നത് കാണുവാനേ കഴിയുകയുള്ളൂ. ജീവിതത്തിന് അർത്ഥവും ദിശാബോധവും നൽകുവാൻ അതുകൊണ്ട് തന്നെ ഈ സദൃശവാക്യത്തിന് കഴിയുന്നു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ ഏതൊരു സദൃശവാക്യത്തിൻ്റെ പഠനമെന്ന പോലെ തന്നെ ഈ സദൃശവാക്യവും വ്യക്തിപരമായ ഒരു തിരിഞ്ഞു നോട്ടത്തിന് നമ്മെ സഹായിക്കണം. കുടുംബമായും സമൂഹമായും
ഒരു തിരിഞ്ഞു നോട്ടത്തിന് നമ്മെ സഹായിക്കണം. അപരനെ, അയൽക്കാരനെ, കൂട്ടുകാരനെ നിന്ദിക്കാതിരിക്കുക എന്നത് എൻ്റെ സ്വഭാവ സവിശേഷതയാണ്. ഞാൻ അറിയാതെ തന്നെ എൻ്റെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുവോ? അങ്ങനെയാണെങ്കിൽ ഈ ഓർമ്മപ്പെടുത്തൽ അതാണ് നാം ചെയ്യുന്നതെങ്കിൽ, അത് സാരമില്ല എന്ന് കരുതി നാം തുടർന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, ജ്ഞാനിയുടെ ഓർമ്മപ്പെടുത്തൽ വളരെ ലളിതമാണ്. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു. പകരം എന്താണ്? അതിൻ്റെ മറുവശം എന്താണ്? എളിയവരോട് കൃപ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. എളിയവരോട് കൃപ കാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുവാൻ കാരണം അവൻ ദൈവശ്രദ്ധയിലാണ്. ആ കൃപയുടെ അനുഭവത്തിന് തിരികെ ലഭിക്കുക എളിയവനിൽ നിന്നല്ല. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നീ ഒരു അത്താഴമോ മുത്താഴമോ ഒരുക്കുമ്പോൾ ധനികരായ നിൻ്റെ സുഹൃത്തുക്കളെ നീ വിളിക്കരുത്. കാരണം അവർ തിരികെ വിളിക്കും. അവിടെ ആ നന്മ അവസാനിക്കുകയാണ്. ഒരിക്കലും നിനക്ക് തിരികെ നൽകുവാൻ കഴിയാത്ത വഴിയോരങ്ങളിലുള്ള അംഗവിഹീനരെ, പാവപ്പെട്ടവരെ, പ്രയാസത്തിലിരിക്കുന്നവരെ വിളിക്കുക, അവർക്കൊരു അത്താഴമൊരുക്കുക. നിനക്ക് തിരികെ ഒരു അത്താഴം നൽകുവാൻ അവർക്കൊരിക്കലും കഴിഞ്ഞൊന്നു വരികയില്ല. പക്ഷേ നിൻ്റെ പ്രതിഫലം ദൈവതിരുസന്നിധിയിൽ വലിയതാകും. ആ ദൈവീക പ്രതിഫലത്തിൻ്റെ പ്രതീകമാണ് ഭാഗ്യകരമായ അവസ്ഥ. പാപം എന്ന പദവും ഭാഗ്യം എന്ന പദവും ഇവിടെ നാം തുലനം ചെയ്ത് കാണുകയാണ്. സദൃശവാക്യങ്ങൾ 14 അധ്യായത്തിൻ്റെ 21 വാക്യം. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ വിചിന്തനം എന്നതുപോലെ പ്രായോഗികമായി എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുവെന്ന് നാം സ്വയം ചിന്തിക്കണം. നമ്മുടെ ആത്മീയ വർധനയ്ക്ക്, ദൈവപ്രതീക്ഷയ്ക്കൊപ്പം വളരുന്നതിന് ഈ സദൃശവാക്യം എങ്ങനെ നമ്മെ സഹായിക്കുന്നു? ഒരിക്കൽ കൂടി ഈ സദൃശവാക്യം ശ്രദ്ധിച്ച് നമുക്ക് കേൾക്കാം. അതിൽ നിന്ന് കർത്താവെ തുടർന്നും പാഠങ്ങൾ പഠിക്കുവാൻ, എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ എന്നത് നമ്മുടെ പ്രാർത്ഥനയാക്കാം. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു. എളിയവനോട് കൃപ കാണിക്കുന്നവൻ ഭാഗ്യവാൻ.